രണ്ടാഴ്ച മുമ്പ് വരെ നോറയുടെ കംഫർട്ട് സോൺ ആയിരുന്നു അൻസിബയും പിന്നെ റസ്മിനും ഒക്കെ. പക്ഷെ അഭിഷേക് ജയദീപിന്റെ വരവോടെ ഡെൻ ടീമിലെ ബെഡിലെ അൻസിബയുടെയും മുടിയന്റെ ആ ഒരു റോളുകള് നോറയും ജയദീപും കൂടി അങ്ങ് ഏറ്റെടുത്തു. ശരിക്കും അൻസിബയും ഋഷി അവിടുന്ന് മാറിയതോടെ അവരുടെ ഒരു റോൾ ഇവർ ഏറ്റെടുത്ത പോലെയാണ്. രണ്ടുപേരും കൂടെ ബെഡേ കിടന്ന് പരദൂഷണം പറയുക, ആ രീതിയിലുള്ള പരിപാടികളിലാണ് രണ്ടുപേരും ഏർപ്പെട്ടുകൊണ്ടിരുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. നോറയുടെ എല്ലാമായി മാറി ജയദീപ് വെറും കുറച്ച് സമയം കൊണ്ട്. ഈ സമയത്ത് നോറ നൈസായിട്ട് അൻസിബയെ ഒഴിവാക്കുന്നു. ഇവര് മുമ്പ് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. റസ്മിനെയും തട്ടിക്കളയുന്നു. ഇത് അൻസിബയ്ക്ക് ഹേർട്ട് ആവുന്നു. അങ്ങനെ ഇവരുടെ ബന്ധത്തിന് ഏറെക്കുറെ ഒരു തിരശീല വീഴുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് അൻസിബ ശ്രീരേഖയോട് ഇപ്പോ ലൈവില് സംസാരിക്കുന്നത് കേട്ടു. ശ്രീരേഖ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഡെൻ റൂമിലേക്ക് പോയപ്പോ നോറ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ജയദീപിനോടും നന്ദനയോടും. അപ്പോ ജയദീപും നന്ദനയൊക്കെ ഉറങ്ങിയ പോലെ ഇരുന്ന് നോറയുടെ ഈ കഥ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് കേൾക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷെ നോറയോടൊന്നും എതിർത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് അവരത് കേട്ടിരുന്നു എന്ന് ശ്രീരേഖ പറയുന്നുണ്ട്. നോറയോട് എതിർത്ത് സംസാരിച്ചാൽ നോറ ഇതൊന്ന് കരയോ അല്ലെ ബഹളം വെക്കും. ഇത് രണ്ടിലേതെങ്കിലും സംഭവിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ കേട്ടോണ്ടിരിക്കുന്നു എന്നാണ് ശ്രീരേഖ പറയുന്നത്. നോറയെ കുറിച്ച് എനിക്കിപ്പോ തോന്നുന്ന ഒരു കാര്യം, ജാൻമോണി ഇല്ലെങ്കിൽ നോറയില്ല. പിന്നെ നോറയുടെ ഈ ഒരു കംഫർട്ട് സോണും ഇല്ലെങ്കിൽ നോറയില്ല. ജാൻമോണിയുടെ കണ്ടന്റുകളിലാണ് നോറ ഈ കളിക്കുന്നത് മൊത്തം. സ്വന്തമായിട്ട് ഒന്നും എടുക്കാനില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിനു മുമ്പ് ജിൻഡോയും ജാസ്മിനും ഒക്കെ ആയിരുന്നു വരിക. പിന്നെ ഒരു പരിധിവരെ ഗബ്രിയും ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇത്തിൽ കണ്ണി ഗെയിമാണ് നോറ കളിച്ചു വരുന്നത്. ഇപ്പൊ ഇവര് പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ ഹൗസിലുള്ളവർക്ക് തന്നെ വളരെയധികം വെറുപ്പിക്കലായിട്ട് മാറിയ ഒരാളാണ് നോറ. നോറയുടെ ഏറെക്കുറെ വെടി തീർന്ന ഒരു അവസ്ഥയൊക്കെ തന്നെയാണ്. ഈ ആഴ്ച പുറത്തേക്ക് പോകുമെന്ന് നമുക്ക് വിചാരിക്കാം. കുറച്ച് പ്രേക്ഷക പിന്തുണ ഉണ്ട്, അറിയത്തില്ല. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.